ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. മിഡ് ക്യാപ്പ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാനീ സംസാരിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ അടുത്തൊരാളിരിക്കുന്നു അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റുഡൻറ്റ് ഇരിക്കുന്നു, അവരോട് എങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കുന്നു ആ രീതിയിലാണ് ഞാനിവരോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചില പല വൈകല്യങ്ങളും കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പലർക്കും പലതും കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കാണും. ബട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഒരു കൂട്ടുകാരനോട് എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എങ്ങനെ സംസാരിക്കുന്ന അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നു ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പല തെറ്റുകുറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഓക്കെ, കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലൊക്കെ മാർക്കറ്റ് വന്നു, പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇതിനകത്തിലെ മെയിൻ സംഭവം അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും വീണു, നമുക്ക് ഇവിടുന്ന് ആരോ വരച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഇത്രയും വീണിട്ടും നമുക്ക് ഇവിടുന്ന് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ ഒരു മെയിൻ സംഭവം ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ട്. സംഭവം ശരിയാണ്, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നറിയാതെ ഒരു യുദ്ധഭീതി നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് പൊട്ടും പൊട്ടത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്തിൽ കൂടുതലും കുറേ ഓപ്പറേറ്റേഴ്സ് പ്ലേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓപ്പറേറ്റേഴ്സ് പ്ലേ അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. കുറേ ഫണ്ട് ധാരാളം കയ്യിലുള്ള ഇത് കുറേ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറിയാം മാർക്കറ്റ് പോകുമ്പം അതിനകത്ത് നിന്ന് എങ്ങനെ കാശുണ്ടാക്കണം എന്നുള്ളത്. അവർക്ക് എങ്ങനെ മറിഞ്ഞു വീണാലും കട്ട മറിഞ്ഞാൽ കാണുന്ന വടം പറഞ്ഞ പോലെ എങ്ങനെ മറിഞ്ഞു വീണാലും അവർ കാശുണ്ടാക്കും. കാരണം അതുമാതിരിയുള്ള ഹ്യൂജ് ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിലേക്കാണ് കടന്നു വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ മുകളിലോട്ട് നോക്കാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ. പക്ഷേ ഇന്ന് ഓപ്പൺ ചെയ്തതിന് മുകളിലാണെങ്കിലും സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ തിരിച്ച് താഴോട്ട് വന്നു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൻ്റെ ക്ലോസിംഗ് ആണ് ഈ ബ്ലൂ വയലറ്റ് ലൈൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു അല്ലേ. ഇവിടെ താഴോട്ട് വന്നിട്ട് ഞാൻ ഈ വരച്ച പോലെ തന്നെ മാർക്കറ്റ് നേരെ തിരിച്ച് മുകളിൽ പോയി. ഇത് ഇവിടെ വന്ന് എടുത്തോ ഇല്ലയോ എനിക്കറിയത്തില്ല. എടുത്ത് ഒരു ചെറിയ പോയിൻ്റ് കിട്ടി, ഇവിടെ നമ്മൾ എക്സിറ്റ് ആവുന്നു. ഓക്കെ, പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും നേരെ തിരിച്ച് താഴോട്ടാണ് വരുന്നത്. ഈ താഴോട്ട് വരുമ്പം ഇവിടെ മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ആദ്യം പി പറഞ്ഞായിരുന്നില്ലേ. ഇവിടെ നമ്മൾ താഴോട്ട് മാർക്കറ്റ് വീടുന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് കാണിച്ചു. മാർക്കറ്റ് ഇവിടം വരെ വന്നു അല്ലേ. ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോയി. അപ്പം മാർക്കറ്റ് വീഴുമെന്ന് തോന്നിച്ചിട്ട് മാർക്കറ്റ് നേരെ മേലോട്ട് കയറിപ്പോയി. എന്നിട്ട് പിന്നെ പഴയ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ഒരു ഫോളായിരുന്നു ഇല്ലേ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള സംഗതി വെച്ചാൽ ഒരു മാർക്കറ്റ് വീഴുമ്പം ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ വീഴത്തില്ല. മാർക്കറ്റ് കുറച്ചിങ്ങോട്ട് വീഴും, പിന്നെ കുറച്ചിങ്ങനെ ഇച്ചിരി മേലോട്ട് പോവും, പിന്നെ ഇങ്ങനെ വീഴും, പിന്നെ ഇച്ചിരി മേലോട്ട് പോവും, പിന്നെ ഇങ്ങനെ വീഴും, പിന്നെ ഇച്ചിരി മേലോട്ട് പോവും. ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതുപോലെ തന്നെ അല്ലേ. മാർക്കറ്റ് ഇങ്ങനെ വന്നു കുറച്ച് കയറി, പിന്നെ കുറച്ചായിട്ട് വന്നു, പിന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്തു, പിന്നെ മാർക്കറ്റ് തിരിച്ച് വന്നു, പിന്നെ റീബൗണ്ട് ചെയ്തു, പിന്നെ തിരിച്ച് വന്നു, പിന്നെ റീബൗണ്ട് ചെയ്തു, പിന്നെ വന്നു, പിന്നെ റീബൗണ്ട് ചെയ്തു അല്ലേ. അപ്പം നമുക്കപ്പോൾ ഈ കിട്ടുന്ന മേലോട്ടുള്ള ഹൈപ്പുകൾ നമ്മളെ എന്ത് ചെയ്യാം, നമ്മുടെ മാനസിക സംഘർഷം കൂട്ടുകയും നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ മറിച്ച് കളയുകയും ചെയ്യും. കാരണം ഇവിടെ നമ്മൾ തിരിച്ച് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും മാർക്കറ്റ് തിരിച്ച് കയറാൻ പോകുമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ആകും, അല്ലെങ്കിൽ അവിടെ നമ്മൾ സി പിടിക്കും. അടുത്ത ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്യും, അടപടലും സാധനം താഴോട്ട് പോരും, നമുക്ക് പണിയാവും. അപ്പം ഇവിടെ നമ്മുടെ എല്ലാവരുടെയും വില്ലനായിട്ട് വന്നൊരു സംഭവം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ച ഒരു ക്യാൻഡിലായിരുന്നു ഈ ക്യാൻഡിലാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് നഷ്ടം പറ്റിയത്. എനിക്കും നഷ്ടം പറ്റി, നിങ്ങൾക്ക് ഞാൻ നഷ്ടം പറ്റിയത് റിക്കവർ ചെയ്തു. എനിവേ എല്ലാവർക്കും നഷ്ടം പറ്റി. പിന്നെ അവർ രണ്ടാമത് ട്രേഡ് എടുത്ത് കാണത്തില്ല ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. ഇവിടെ എന്താ സംഭവിച്ചതെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച ക്യാൻഡിൽ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടുന്ന് വന്നു, ഈ ഒരു ഫോള് നമുക്ക് ഇവിടുന്ന് നമ്മൾ പി എടുത്തു, ഇവിടുന്ന് നമുക്കൊരു ഫോള് കിട്ടി, ഇവിടെ നേരെ തിരിച്ചു. അപ്പോൾ ഈ ഫോള് മാർക്കറ്റ് വീണ്ടും ഇപ്പോൾ നമ്മുടെ ലൈൻ ഇതാ. ഓക്കെ, ഇത് ഇത്തരം വിട്ടേരെ, നമ്മുടെ ലൈൻ ഇതാ. നമുക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് താഴോട്ടൊരു
താഴോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കാത്തിരിക്കുകയാണ്, ഇവിടുന്ന് പി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു ഫുൾ ക്യാൻഡിൽ ഒരു മർബോസ് അവിടെ കിട്ടിയത് കണ്ടോ, ഒരു ഫുൾ മർബോസ്. ഈ മർബോസ് കണ്ടപ്പോൾ തന്നെ നമുക്കിവിടെ ട്രേഡ് എടുക്കാമായിരുന്നു. ഞാനിവിടെ ട്രേഡ് എടുത്തു. ഞാനിവിടെ ഓൾറെഡി ട്രേഡ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ട്രേഡ് തന്നത്. കാരണം എന്താ, ഈ ഒരു മർബോസ് നോക്കിയേ, ഫുൾ സ്ട്രെങ്ത് മർബോസുമാണ് കണ്ടോ. ഈ മർബോസ് കണ്ടോ. ഈ മർബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല. കാരണം മോളിൽ നിന്ന് പതുക്കെ ഇടിഞ്ഞ് വരുന്ന മാർക്കറ്റിനകത്തിൽ മോളിൽ നിന്ന് താഴോട്ട് വരുന്ന മാർക്കറ്റിനകത്തിൽ ഇങ്ങനെ ഒരു മർബോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആണ് മാർക്കറ്റ് നേരെ താഴോട്ട് വരുന്നുള്ളതിന്. കാരണം ഒരു വിക്കൊന്നുമില്ല, ഫുൾ സ്ട്രെങ്ത് ബോഡിയാണ് കണ്ടോ. അത് ഒന്നാമത്തെ കാര്യം. ഇവിടുന്ന് ഒരു പി നമ്മൾ എടുക്കണം എന്നുള്ളതിനുള്ള തീരുമാനത്തിൻ്റെ ഒന്നാമത്തെ ആധാരം ഈ മർബോസുമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇനി ഞാൻ ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു. മാർക്കറ്റ് 2-3 ക്യാൻഡിൽ നിനക്ക് താഴോട്ട് വന്നതിന് ശേഷം പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് നമ്മുടെ ധാരണ, ഇല്ലേ? ഇനി നമുക്ക് ഫ്യൂച്ചറും കൂടെ ഒന്ന് നോക്കാം. ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറും കൂടെ പഠിക്കണം. ഫ്യൂച്ചറിനകത്ത് നിങ്ങൾ കണ്ടോ ഈ സംഭവം. ഫ്യൂച്ചറിനകത്ത് ഈ ക്യാൻഡിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ നമ്മുടെ എല്ലാം തലയെടുത്ത ക്യാൻഡിലാണ് ഈ ക്യാൻഡിലാണ് ഇത് സംഭവം എന്താ, ഇവിടെ വരെ വന്നു മാർക്കറ്റ്, ഇല്ലേ? മാർക്കറ്റ് ഇവിടെ വരെ വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങിയപ്പോഴും നിങ്ങൾ ഇവിടുത്തെ വോളിയം നോക്കിക്കേ. ഇവിടുത്തെ വോളിയം നിങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇതിനിപ്പുറത്ത് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ റെഡ് ക്യാൻഡിൽ ഇവിടുന്ന് മാർക്കറ്റ് വീണ് വരുമ്പോൾ ഇവിടുന്ന് ഗ്രാജുവലി കൂടി വരിക, ഇല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഈ ക്യാൻഡിലിൻ്റെ വോളിയം നോക്കിക്കേ, ചെറിയ വോളിയം. പിന്നെ അടുത്ത ഇച്ചിരുടെ വോളിയം കൂടി, പിന്നെ ഇച്ചിരുടെ വോളിയം കൂടി, ഇങ്ങനെ വോളിയം കൂടി വരും. അപ്പോൾ ഗ്രാജുവലി ഈ സെല്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് എന്തുവാ, വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുക, അല്ലേ? സ്ട്രെങ്ത് കൂടി വരിക. ശരിയല്ലേ പറഞ്ഞേ? അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഫൈനൽ ക്യാൻഡിൽ ഇതാണ് റെഡ് ക്യാൻഡിൽ, അല്ലേ? അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണപ്പോഴും ഈ വോളിയത്തിനേക്കാളും ചെറിയ വോളിയമാണ് ഇത്. ശരിയല്ലേ? അല്ലേ? ഇതിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷർ എന്ത് ചെയ്തില്ല, ഈ ക്യാൻഡിലിൽ വന്നില്ല. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, ഇതിനേക്കാളും ഏകദേശം ഇത്രയും തന്നെ ബോഡി ഉണ്ട് ഈ ക്യാൻഡിലിനും, പക്ഷേങ്കിൽ ഇതിൻ്റെ വോളിയം നോക്കിക്കേ, വളരെ ചെറിയ വോളിയം. അപ്പോൾ എന്താ, ഇവിടെ ബൈയിങ് പ്രഷർ വളരെ കുറവാണ്. മാർക്കറ്റ് ഏത് നിമിഷവും തിരിച്ച് താഴോട്ട് വരാം, ഇല്ലേ? അടുത്തത് നോക്കിക്കേ, ഒരു സ്ട്രെങ്ത് ഇതിനേക്കാളും ഇപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ വീണു. അതിനകത്തുള്ള സ്ട്രെങ്ത് ഇവിടെ കാണുകയും ചെയ്യാം. മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ടാണ് തിരിച്ച് കുറച്ച് റീബൗണ്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്, ഇല്ലേ? അതിനുശേഷം അടുത്തൊരു ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിൽ നോക്കി, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇതിൻ്റെ വോളിയം നോക്കിക്കേ. ഇതൊരു ഫേക്ക് ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിലുകൾ, അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാശ് വെച്ച്. ഓക്കെ, ഇവിടെ വോളിയം ഇല്ല, പക്ഷേ വലിയൊരു ബോഡിയുണ്ട്, ഇല്ലേ? എപ്പോഴും നമ്മൾ അപ്പോഴും നമ്മളെ ഇത് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള ഒരു ക്യാൻഡിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ വോളിയം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വോളിയം ഒട്ടും ഇല്ല ഇവിടെ, പക്ഷേ ക്യാൻഡിൽ വലുതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുക. അടുത്ത ക്യാൻഡിൽ നോക്കി വളരെ ഹ്യൂജ് ഒരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഒരു പച്ച ഹ്യൂജ് ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര വോളിയം ഉണ്ടെന്ന്. ഈ വോളിയം ഇതിനായിട്ട് ബന്ധപ്പെട്ട ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഇത് ഇവിടം വരെ സർജ് ചെയ്തു. ഇവിടം വരെ മാർക്കറ്റ് വലിഞ്ഞ് കയറി. ഈ ക്യാൻഡിലിന് ശേഷം ഈ ക്യാൻഡിൽ വലിഞ്ഞ് ഇവിടം വരെ കയറി. പക്ഷെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രഷറിൻ്റെ, അതായത് സെല്ലേഴ്സിൻ്റെ ആധിപത്യം ഇവിടെ കൂടിയതുകൊണ്ട് കയറിയ പോലെ തന്നെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ശരിയല്ലേ? നേരെ തിരിച്ച് താഴോട്ട്. ഇത്രയും ഭയങ്കര വോളിയം ഉണ്ട്. ഈ വോളിയം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാണുന്ന ഓരോ വോളിയം ക്യാൻഡിലും ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും കൂടെ ആകെത്തുകയാണ് ഈ ഒരു വോളിയം. നിങ്ങൾക്ക് അല്ലാതെ പച്ച കാണുമ്പോൾ ബയേഴ്സ് മാത്രം, റെഡ് കാണുമ്പം സെല്ലേഴ്സ് മാത്രം എന്നുള്ളതല്ല. ഈ പച്ചയും റെഡും കൂടെ നമ്മൾ എന്തോ അർത്ഥമാക്കുന്നത്, ആധിപത്യമാണ് മനസ്സിലാക്കുന്നത്. ആർക്കാണ് ഇവിടെ മേൽക്കോയ്മ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പച്ചയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബയേഴ്സിനാണ് ആധിപത്യം, റെഡാണെങ്കിൽ ആധിപത്യം സെല്ലേഴ്സിനാണ്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഇത്രയും ബയേഴ്സ് ഇത്രയും വലിച്ചുകൊണ്ട് പോയി ക്യാൻഡിൽ, ഇത് മാർക്കറ്റിനെ ഇത്രയും വലിച്ചുകൊണ്ട് പോയെങ്കിലും സെല്ലേഴ്സ് അവിടെ ഇടപെട്ട് മാർക്കറ്റിനെ വിറ്റ് തിരിച്ച് താഴോട്ട് കൊണ്ടുവന്നു. ശരിയല്ലേ? തിരിച്ച് താഴോട്ട് കൊണ്ടുവന്നപ്പം ഇവിടെ ബൈകാരുടെ ആധിപത്യം കുറവെന്ന് പറയാം, ഇല്ലേ?
നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പച്ചയുള്ളതുകൊണ്ട് എന്തുവാ ഇവിടെ മേൽക്കോയ്മമാർക്കാണ്, പിന്നെ ഗ്രീൻ ബയേഴ്സിനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മേൽക്കോയ്മ ബയേഴ്സിനാണ്, ഗ്രീൻ ആയതുകൊണ്ടും. പക്ഷെങ്കിൽ ഇത്രയും ബയേഴ്സിനെ ഇവിടം വരെ ബയേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടം വരെ ഗ്രീൻ ആയിരുന്നു ഇല്ലേ. സെല്ലേഴ്സ് ഇവരെന്ത് ചെയ്തു? ഇവരെ വിറ്റ് താഴോട്ട് ഇവിടം വരെ കൊണ്ടുവന്നു ഇല്ലേ. അപ്പം ഇതിൻ്റെ 3/4 ഭാഗവും എന്ത് ചെയ്തു? സെല്ലേഴ്സ് ഇതിനകത്ത് ആധിപത്യം, ഫുൾ ആധിപത്യം ഇല്ലെങ്കിലും 3/4 ഭാഗം ആധിപത്യം എടുത്തു. ശരിയല്ലേ പറഞ്ഞത്? ഈ ക്യാൻഡിലിൽ ഇത്രയും വോളിയം ഉണ്ടെങ്കിലും ഇവനെ തിരിച്ച് ഇവിടുന്ന് ഒരു റിജക്ഷൻ ആക്കാൻ സെല്ലേഴ്സിന് സാധിച്ചു. അതിൻ്റെ അർത്ഥം എന്തുവാ? മാർക്കറ്റ് എത്ര മേലോട്ട് പോയാലും തിരിച്ച് താഴോട്ട് വരും എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ സിനാരിയോ നമ്മൾ ഇത്രയും കൂട്ടി വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? ഇങ്ങനെയുള്ള സിനാരിയോകൾ ഞാനിപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ശരിക്കും തലേ കയറണമെന്നില്ല. പക്ഷേങ്കിൽ ഇതുപോലുള്ള സിനാരിയോകൾ 3-4 പ്രാവശ്യം നിങ്ങളുടെ കാശ് പോയി സംഭവിച്ചു, ശരിയാണ്, നിങ്ങൾക്ക് നഷ്ടം വന്നു. പക്ഷേങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഇങ്ങനൊരു സിനാരിയോ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. നാളെ ഇനി ഇങ്ങനൊരു സിനാരിയോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റുമോ? പറ്റത്തില്ല. അവിടെയാണ് മാർക്കറ്റ്. അപ്പം മാർക്കറ്റിൽ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് കുഞ്ഞ് നടക്കുന്നത് എങ്ങനെയാണ്? പല പ്രാവശ്യം വീണാണ് നടക്കുന്നത്. അല്ലെ ഒറ്റയടിക്ക് നേരെ അങ്ങ് ഓടിച്ചാടി അങ്ങ് പോവാണോ? അല്ല. അപ്പം മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മളുടെ നേട്ടങ്ങളുടെ ഒരു വഴി മാത്രമാണിത് ഇല്ലേ. നേട്ടങ്ങളിലേക്കുള്ളൊരു പാത വെട്ടി തുറക്കുന്നതാണ് ഇങ്ങനെയുള്ള പഠിത്തങ്ങളും ഇങ്ങനെ കാണുന്ന സംഭവങ്ങളും സിനാരിയോകളും. അപ്പോൾ നിങ്ങൾക്ക് ഇനി നാളെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇനി നാളെ നോക്കും. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഫ്യൂച്ചറൊക്കെ എടുത്ത് വെച്ച് നോക്കും, ഇതെങ്ങനെയാണ് സംഭവം, വോളിയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നാളെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകും. 100% മനസ്സിലായെങ്കിലും ഒരു 25% മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആ 25-50% ആക്കാൻ പറ്റും, പിന്നെ അത് 75% ആക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പം ഇതാണ് ഇവിടെ സിനാരി. ഇനി ഇവിടെ എങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഇവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് വീണ് വരുവാണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിന് അറിയാം, റീറ്റെയിലേഴ്സ് മുഴുവൻ നമ്മളാണല്ലോ ബലിയാടുകൾ. അപ്പോൾ റീറ്റെയിലേഴ്സ് മുഴുവൻ എന്ത് ചെയ്തു? ഇവിടുന്ന് വീണ് വരുവാണ് ഇവർ. അപ്പോൾ ആൾക്കാരെല്ലാം പുട്ട് മേടിച്ച്, നമ്മളെ ബയേഴ്സാണല്ലോ, പുട്ട് മേടിച്ച് കൂട്ടുന്നു. അതിനനുസരിച്ച് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ബാസ്ക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ 1-2 കോടി രൂപയൊന്നും ആയിരിക്കത്തില്ല. 100, 150, 200, 500 കോടി രൂപയുടെ ബാസ്ക്കറ്റ് ഓർഡറുകളായിരിക്കും അവർ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു 250, ഇവിടെ ഒരു 100, ഇവിടെ ഒരു 100, ഇവിടെ ഒരു 150, അങ്ങനെ എന്ത് ചെയ്തു? ക്രമേണ ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടു. ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരെന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ കോൾ ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്യും. നമ്മളെല്ലാവരും എന്തുവാ ഇവിടെ പുട്ടും കൈ പിടിച്ചുകൊണ്ടിരിക്കുക, ശരിയല്ലേ? ഇവിടെ അപ്പം നമ്മൾ സാധാരണ രീതിയിൽ 90% ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരിക്കും. എവിടെ ആയിരിക്കും? ഇപ്പം നമ്മളിപ്പം ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പം ഇതിൻ്റെ മുകളിലത്തെ അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ബോട്ടോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ മണ്ടയായിരിക്കും, ഇവിടെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ശരിയല്ലേ പറഞ്ഞേ? ഇവിടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഞാൻ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്തു, അല്ല ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്ത് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചേക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ചേക്കുക. ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈനിൽ താഴോട്ട് പോവുക. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു എന്ന് വിചാരിച്ചു. സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ വെച്ചതിന് ശേഷം ഞാനിവിടെ ട്രേഡ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഓക്കെ, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇവിടെ സാധനം നേരെ താഴോട്ട് വരുന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ പ്രതീക്ഷ എന്തോ മാർക്കറ്റ് മുഴുവൻ താഴോട്ട് വരുന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നൊരു ബാസ്ക്കറ്റ് ഓർഡർ അങ്ങോട്ട് പിന്നെ ബൈ ചെയ്യും. ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ബൈയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മളെല്ലാം പുട്ടല്ലേ. ഇവരോട് ഒന്നുകിൽ ബൈ വാങ്ങിക്കും, അവർ കൂടുതൽ സെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്യും. പുട്ട് ഓപ്ഷൻ ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഹ്യൂജ് ഓർഡർ ഒറ്റയടിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പെട്ടെന്ന് മേലോട്ട് ജമ്പ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കും. മനസ്സിലായി? ഇവിടെ ജമ്പ് ചെയ്തു വീണില്ല, ഇവിടെ ജമ്പ് ചെയ്ത് വേണ്ടില്ല. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. പിന്നെ താഴോട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് തന്നെ വെച്ചു. അടുത്ത സ്റ്റോപ്പ് ലോസ് ഏമണ്ടനൊരു സാധനമായിരുന്നു, നേരെ മേലോട്ട് കയറിപ്പോയി. ശരിയല്ലേ? നേരെ മേലോട്ട് കയറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആണെങ്കിൽ ഇത് ഇവിടെ അടിച്ചു, ഇല്ലെങ്കിൽ ഇവിടെ അടിച്ചില്ലെന്ന് വിചാരിച്ചു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആണെന്ന് വിചാരിച്ചു. അടുത്ത ക്യാൻഡിൽ വീണപ്പോൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു. സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചപ്പം മാർക്കറ്റ് പിന്നെ ഇത് മേലോട്ട് കയറിപ്പോയി. എന്തുകൊണ്ട് ഇത് മേലോട്ട് കയറിപ്പോയി? നമ്മളിവിടെ സാധനങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലേ? ശരിയല്ലേ? ഇവിടെ എല്ലാം പുട്ട് ഓപ്ഷൻ നമ്മൾ
സെല്ലായി, നമ്മുടെ സെല്ലായി, സോൾഡായി. ഇവിടെ സോൾഡായപ്പം അവിടെ എന്ത് സംഭവിച്ചേ? അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകുക. ശരിയല്ലേ പറഞ്ഞേ? നമ്മൾ പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് താഴോട്ട് പോവുക ഇല്ലേ? പുട്ട് ഓപ്ഷൻ നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോകുന്ന പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചേക്കുന്നത്. ഈ പുട്ട് ഓപ്ഷൻ ഇവിടെ സോൾഡ് ആകുമ്പം, ഇവിടെ സെല്ലാകുമ്പം, ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുമ്പം ഇവിടെ എന്തുവാ? നമ്മളിവിടെ ബൈ ചെയ്യുക. ശരിയല്ലേ? പുട്ട് ഓപ്ഷൻ നമ്മൾ എക്സിറ്റ് ആവുക. പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവുമെന്ന് ചെയ്യുന്നത് നമ്മൾ സെല്ലിൽ നിന്നും എക്സിറ്റ് ആയി. സെല്ലിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ അവിടെ എന്തുവാ പ്രഷർ ഉണ്ടാകുന്നത്? ബൈയിങ് പ്രഷർ ഉണ്ടാകും. ആ ബൈയിങ് പ്രഷർ കൊണ്ടാണ് ബാക്കി സാധനം ഇത്രയും മുകളോട്ട് പോയത്. അപ്പോഴത്തേക്കും അവർ ഓൾട്ടർനേറ്റീവായിട്ട് പലയിടത്തും ഫ്യൂച്ചറിനകത്തിലോ അല്ലെങ്കിൽ ഓപ്ഷനകത്തിലോ ഒക്കെ അവർ വേറെ എക്സ്ട്രാ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് അവിടെ നിന്ന് ലാഭം കിട്ടും. നേരെ മാർക്കറ്റ് നേരെ തിരിച്ച് അവരുടെ ഈ കാര്യം കണ്ട് അവിടെ വെച്ച് വിൽക്കും. പിന്നെ മാർക്കറ്റ് പിന്നെ വീണ്ടും വിൽക്കുമ്പം ഈ മേടിച്ച സാധനമല്ലേ, ചിലപ്പോൾ അവർ ഇവിടം വരെയുള്ള സംഭവങ്ങളെ ചിലപ്പം ഓപ്ഷൻ ബൈ, ഇപ്പോൾ സപ്പോസ് അവർ ബൈ ചെയ്യുമെന്ന് വിചാരിച്ചു, മാർക്കറ്റ് ഇവിടം വരെ കയറാനുള്ള ഓപ്ഷൻ ബൈക്കുള്ള ക്വാണ്ടിറ്റി അവർ വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പൈസ അവർ ഇറക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ വരെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് അടിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ താഴോട്ട് പ്രതീക്ഷയ്ക്കാണ് പുട്ട് ഓപ്ഷൻ മേടിച്ച് വെക്കുന്നത്. ഈ പുട്ട് ഓപ്ഷൻ ഇവിടെ വെച്ച് സെല്ലാകുമ്പോൾ ഇവിടെ എന്തോ പറ്റും? ഇവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് പിന്നെ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിനനുസരിച്ച് ബൈയിങ് പ്രഷർ ഉണ്ടാകുന്നതിനനുസരിച്ച് മാർക്കറ്റ് മേലോട്ട് കയറിപ്പോവും. ഇങ്ങനെ കയറി പോകുമ്പം ബാക്കിയുള്ളതിൻ്റെ കൂടെ തലയിൽ അടിക്കും. അടുത്ത വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? മറ്റവന്മാർ വീണ്ടും അത് സെല്ല് ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരും. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്നിട്ട് ലോജിക്കായിട്ടൊന്നും കൂടെ ചിന്തിച്ച് നോക്കുക. പിന്നെ എന്ത് ചെയ്തു? അതുപോലെ തന്നെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. വേറെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ നേരെ മാർക്കറ്റ് താഴോട്ടായിരുന്നു. ശരിയല്ല? ഈ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഇടാറില്ല. സ്റ്റോപ്പ് ലോസ് ഞാൻ കണ്ണുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കാറ്. അതായത് സ്റ്റോപ്പ് ലോസ് കണ്ണുകൊണ്ട് വെച്ചാൽ സിസ്റ്റത്തിന് ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നോക്കി ഇട്ടേ സ്റ്റോപ്പ് ലോസ് എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസിസ് ആയിരിക്കും. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ക്ലോസിംഗ് ബേസിസ്. അതായത് ഞാനൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ബൈ പോയി ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയി മാത്രമേ ഞാൻ SL അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം അത് ഭയങ്കരമായിട്ട് ചിലപ്പം കുറേ നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ചിലപ്പോൾ അങ്ങോട്ട് ഏറ്റവും മുകളിൽ കയറിയ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്ക് അത്രയും നഷ്ടം വരും. മനസ്സിലായി? പക്ഷേ ഇങ്ങനെയുള്ള ഫ്ലാഷുകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിനൊക്കെ പിയർസൺ ഭാഷ പറഞ്ഞ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഇങ്ങനെ ഓരോരുത്തരും മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലോസിംഗ് ബേസിസിൽ SL പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു പരിധി വിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അയക്കണം. എങ്കിലും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സംഗതികളിൽ നമ്മൾക്കത് ഇങ്ങനെ ക്ലോസിംഗ് ബേസിസിലുള്ള സ്റ്റോപ്പ് ലോസുകൾ നമ്മളെ രക്ഷിക്കാൻ പറ്റും. കാരണം കണ്ടോ, ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെ എല്ലാം വിക്കുകളാണ്. കണ്ടോ, ഈ വിക്കിൽ നിന്നൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള ഈ ക്ലോസിംഗ് ബേസിസ് സ്റ്റോപ്പ് ലോസ് നമ്മളെ രക്ഷിക്കും. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ മനസ്സും എടുത്ത് പിന്നെ ഇവിടുന്ന് ട്രെയിൻ ഒന്നും എടുത്തിട്ട് വന്നത്. പക്ഷേ ഇവിടുന്ന് നല്ലപോലെ നമുക്കൊരു ക്യാപ്ചർ കിട്ടി. അതായത് ഞാനൊരു 85 രൂപയ്ക്ക് എടുത്ത സാധനം 145 രൂപ വരെ ഹോൾഡ് ചെയ്തു ഞാൻ അത് ട്രയൽ ചെയ്തു. 145 രൂപ വരെ. ഓക്കെ, പക്ഷേ എനിക്ക് ആർക്കും അത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതിലെനിക്കൊന്നും ആരും പിന്നെ ട്രേഡ് എടുത്തില്ല എന്ന് തോന്നുന്നു. ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം. നമുക്ക് മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവസരങ്ങൾ വീണ്ടും ഉണ്ടാകും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഒരു ദിവസം അടിച്ചെന്ന് പറഞ്ഞ് നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിനാരി ഇതായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വോളിയം കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്പോട്ടിനകത്ത് ചെയ്യാം. നമ്മൾ വോളിയത്തിൻ്റെ കാര്യം പറയാം. വോളിയത്ത് അതുപോലെ തന്നെ അവിടെ സ്റ്റോപ്പ് ഇവിടെ പിന്നെ സ്പോട്ടിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. കണ്ടോ, ഇവിടെ വന്നു, ഒരു ക്യാൻഡിൽ വന്നു, പിന്നെ മുകളിലോട്ട് നേരെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നേരെ തിരിച്ചു വന്നു, പിന്നെ ഇവിടുന്ന് റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ ഇത് റീടെസ്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ റീടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടെ വന്നു, മാർക്കറ്റ് താഴോട്ട് പോയി, നേരെ തിരിച്ചു വന്നിട്ട് പിന്നെ നേരെ താഴോട്ട് പോയത്. കണ്ടോ, എപ്പോഴും മാർക്കറ്റ് നമ്മൾ കുറച്ച് മാർക്കറ്റിന് സമയം കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ വീഴുകയല്ല. മാർക്കറ്റ് എപ്പോഴും കുറച്ച് റീബൗണ്ട് ചെയ്ത് വീഴത്തുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള സിനാരികളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ മൊമെൻറ്റം എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സിനാരിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നാളെ വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുമ്പോൾ നമുക്ക് അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ ആയിരിക്കുമോ, അതിന് സിമിലാരിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നാളത്തെ സംഭവം എന്ന് പറയാൻ ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ട്.
പിന്നെ എന്താ വെടിപൊട്ടും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. നമുക്കറിയത്തില്ല കറക്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നാളെ നമ്മൾക്ക് പ്രോബബിലിറ്റി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാ കളഞ്ഞേക്കാം. പിന്നെ ഞാൻ ഒരിക്കൽ എൻ്റെ പിന്നെ വീക്ക്ലി അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്ന് മാർക്കറ്റ് സ്പോട്ട് 13,000 ബ്രേക്ക് ചെയ്യുന്നോ അന്ന് നമുക്കൊരു ഫ്യൂച്ചർ സെല് ചെയ്യാനുള്ളൊരു വകുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേങ്കിൽ എനിക്കൊന്ന് ഫ്യൂച്ചർ ഇത് സ്പോട്ടല്ലേ, ഇത് സ്പോട്ട് 12,998 13,000 ഓൾമോസ്റ്റ് എത്തി. പക്ഷേ ഇപ്പം ഫ്യൂച്ചർ 13,030 വരെ വന്നായിരുന്നു. 13,050 ആ റേഞ്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. 13,030 വരെ വന്നായിരുന്നു. ഇവിടുന്ന് ഫ്യൂച്ചർ ആരെങ്കിലും സെല് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു 150 പോയിൻ്റ് സുഖസുന്ദരമായിട്ട് ഇവിടെ കിട്ടിയേനെ. ഓക്കെ, അത് പറഞ്ഞിട്ട് പോയ ചത്ത കൊച്ചിട്ട് യാതൊരു കാര്യമില്ല, അത് കഴിഞ്ഞു. അപ്പോൾ ഇത് കീപ്പ് ഇൻ മൈൻഡ്, ഇത് 13,050-നും 13,100-നും ഇടയ്ക്ക് പിന്നെ ഫ്യൂച്ചർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സെല്ലിങ് ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ സെല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നാളത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ലേ. ഇവിടെ വന്ന് നിന്നതിന് ശേഷം മാർക്കറ്റ് ഇതിന് താഴോട്ട് തന്നെ ഇപ്പം നാളെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് മേലോട്ട് നോക്കിയാൽ മതി, നോക്കിയാൽ മതി. കാരണം നാളെ റിസ്ക് ആയിരിക്കും. ഇതിന് മേലോട്ട് നമ്മൾ നോക്കിയാൽ മതി. ഇത് മാർക്കറ്റ് സപ്പോസ് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടുന്ന് തന്നെ നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇല്ല ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഞാൻ ഇവിടെ കൂടെ വരച്ചിട്ടേക്കാം, അല്ല പിന്നെ നാളെ ഇനി അതിന് പരാതിയുണ്ട്. എങ്ങനെ ഇവിടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക, ഇവിടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. ഓക്കെ, 5 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നാളെ ഇന്നത്തെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് വരികയാണെങ്കിൽ ഒരു മിനിറ്റ് നോക്കട്ടെ. ഈ ലൈൻ ഒരു വാലിഡ് ലൈനല്ല, അതിനൊരു ഈ ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണെന്നുള്ള ഒരു പെർഫെക്റ്റ് ലൈൻ, ഇതാണ് പെർഫെക്റ്റ് ലൈൻ. ഓക്കെ, ഇവിടുന്ന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് തന്നെ കിട്ടും. ഇവിടുന്ന് പൊട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് ഇതായിരിക്കും. പൊട്ടിയാൽ നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ് പറയുന്നത്. അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്തിൽ തന്നെ ഒരു ഫ്യൂച്ചറിൻ്റെ ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു ബ്രേക്ക് ചെയ്യുന്ന കാര്യം. ഈ ട്രെൻഡ് ലൈൻ കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ട്രെൻഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈനാണിത്. ഓക്കെ, ഇതിനകത്ത് വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് പല പ്രീവിയസ് ചാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നോക്കട്ടെ, നമുക്ക് സിനാരിയോ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഈ സാധനം ഓക്കെ, ഇത് നമ്മുടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, അതായത് നമ്മുടെ 13,000-ൻ്റെ ട്രെൻഡ് ലൈനായി കാണുന്നത്, 13,000-ൻ്റെ ആ റേഞ്ചിലുള്ള സ്പോട്ടിലെ 13,000-ൻ്റെ രീതിയിലുള്ള ട്രെൻഡ് ലൈനായി കാണുന്നത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ ട്രെൻഡ് ലൈൻ. ഇന്നാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് നേരെ തിരിച്ച് കയറിപ്പോയി മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഫ്യൂച്ചറിനകത്തിൽ നാളെ നിങ്ങൾ ഈ ലൈനും കൂടെ നോക്കുക, ഈ ലൈനും കൂടെ നോക്കിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ ഫ്യൂച്ചറിനകത്ത് 15 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഫർദർ ഡൗൺ സൈഡ് കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ എൻ്റെ പിന്നെ വീക്കിലി അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒത്തിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പം നാളത്തെ സിനാരിയോ ഇതാണ്. ഇപ്പം രാത്രിയിൽ വൈകുന്നേരം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് കൂടെ ഒക്കെ നോക്കുക, എങ്ങനെയാണ് നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.